ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഫിഷ് ഫ്രൈയുമായിട്ടാണ്. ആവോലി ഫ്രൈ. ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 150 ഗ്രാം ഫിഷ് എടുത്തിട്ടുണ്ട്. 4 പീസ് ഫിഷാണുള്ളത്. ഈ 4 പീസ് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 4 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 ഇതള കറിവേപ്പില. ഇത്രയും സാധനങ്ങളും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അരച്ചിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ. നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാലകളെല്ലാം കൂടെ ചേർത്ത് തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്ന ഫിഷാണിത്. ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരുന്നു. കാരണം ഈ മസാലകളെല്ലാം ഫിഷിൽ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. കടായി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തു. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ഈ അരപ്പെല്ലാം മീനിനകത്ത് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അരപ്പിലേ ഉപ്പ് എത്രയുണ്ട്, ക്വാണ്ടിറ്റി കുറവാണോ കൂടുതലാണോ, നമുക്ക് എത്രമാത്രം വേണമെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയിൽ ചൂടാകട്ടെ. ഇതിൽ നമ്മൾ പെരിഞ്ജീരകം അരച്ച് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. അപ്പോൾ ആവോലി, നെയ്മീൻ, മോതയ്ക്കും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള മീനിനാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കാൻ നല്ലത്. മത്തി അയലയ്ക്കൊന്നും പെരിഞ്ജീരകം അത്ര ടേസ്റ്റ് ആയിരിക്കത്തില്ല. കുരുമുളക് തന്നെയായിരിക്കും നല്ലത്. ഇതിൽ ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. മീനിട്ട് കൊടുക്കുകയാണേ. തീ കുറച്ചിട്ട് കൊടുക്കാം. ചെറിയ തീ കിടക്കട്ടെ. ഫിഷ് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാവേ. ഈ പെരിഞ്ജീരകം ചേർത്തിട്ടുള്ളത് കൊണ്ട് പെരിഞ്ജീരകത്തിൻ്റെ നല്ലൊരു ഗുണമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ വറക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഒരു 2-3-4 ഇതള് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും. നല്ല ടേസ്റ്റ് വേണം കേട്ടോ. കറിവേപ്പില എടുത്തത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കറിവേപ്പ് നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ഫുൾ ടൈം മഴയാണ് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് എടുക്കാനായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അതേപോലെ മഴയാണ്. ഇങ്ങനെ നമ്മുടെ ആവോലി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇത് കാരൽ എന്ന് പറയുന്ന മീനാണേ. ഇത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കുഴയ്ക്കുന്നതാണ് നല്ലത്. ടേസ്റ്റും അതാ. പക്ഷേ എനിക്ക് കുറച്ച് BP പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താണ് കുഴച്ചെടുത്തേക്കുന്നത്. അരപ്പ് തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ ഒന്ന് പെറുക്കിയിടാൻ പോകണേ. വറുക്കാനൊക്കെ നല്ല മീനാണ് കേട്ടോ. ഇത് വറുക്കാൻ മാത്രമല്ല, തോരൻ വയ്ക്കാനും ഈ പരുവത്തിലുള്ള മീനാണെങ്കിൽ തോരൻ വയ്ക്കാനും ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള മീൻ കിട്ടും. അതാണെങ്കിൽ നമുക്ക് കറി വെക്കാനും നല്ലതാണ്. ഞാൻ ഈ ക്യാമറ കൈ പിടിച്ചുകൊണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ബാക്കിയുള്ള മീനും കൂടെ ഒന്ന് ഇടട്ടെ.